ഹലോ ഗായ്സ്, വെൽക്കം ടു നമ്മുടെ ചാനൽ ഹാപ്പി വിത്ത് ആഷ്. അങ്ങോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ അല്ല, പിന്നെ എന്ത് വീഡിയോ എന്നറിയാവോ? ഇന്ന് ഞാൻ വിചാരിച്ചു, നമ്മളെപ്പോഴും കുക്കിംഗ് വീഡിയോ അല്ലേ ഇടണേ, അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു വെറൈറ്റിക്ക് ഒരു കിച്ചൺ ഹാക്ക് പറഞ്ഞു തരാന്ന്. ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് ഒക്കെ കിട്ടും. ഇവിടെ വൈഫൈ കിട്ടുന്നില്ല പോലെ. അപ്പം കിച്ചൺ ഹാക്ക്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണല്ലോ ഇത്. ഇത് തവി. ഇംഗ്ലീഷ്കാരൊക്കെ അങ്ങനെ പറയും, വുഡൻ സ്പാച്ചുല എന്നൊക്കെ പറയും. ഞങ്ങൾ മലയാളികൾ ഇതിനെ തവി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ തവി ഉണ്ടല്ലോ, തവി, ഈ തവികൾ നമ്മൾ ചുമ്മാ കറിയൊക്കെ വെച്ചിട്ട്, കറിയൊക്കെ വെച്ചിട്ട് ഭയങ്കര ഇളക്കൊക്കെ ഇളക്കി ഇത് നേരെ വാഷ് സിങ്കിൽ ഇടുന്നു, സ്ക്രബ്ബർ എടുക്കുന്നു, സോപ്പ് ഇടുന്നു, കഴുകുന്നു, വെറുതെ എടുത്ത് വെക്കുന്നു. ഇതാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്തതുകൊണ്ട് കാര്യമില്ല. ഇതില് മീറ്റൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴേ ഇതിന്റെ ഉള്ളിൽ കയറി ഇരിക്കുന്നു. ശരിയാണ്. എന്താ വെച്ചാൽ കൂട്ടണല്ലോ, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൽ ഗ്യാപ്പ് വരും, പിന്നെ ഇത് വിള്ളല് വീഴും ഇതില്. ഇതിന്റെ ഒക്കെ ഒരു കോലം കണ്ടില്ലേ? ഇത് പിന്നെ ഇച്ചിരി മെനയുണ്ട്, പുതിയതാണല്ലോ. അപ്പം നമ്മൾ ഈ സാധനത്തിന് ഉള്ളില് ഓരോ വേസ്റ്റ് ഒക്കെ കയറി ഇരിക്കുന്നുണ്ടാവും എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ സാധാരണ ക്ലീൻ ചെയ്യുന്ന രീതിയിൽ ഇത് ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല രീതിക്കൊന്ന് മെനക്കി കഴുകിയെടുക്കാന്ന്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ടെക്നിക്ക് കാണിച്ചു തരട്ടെ. ക്യാമറയും കൊണ്ട് കമോൺ. അപ്പൊ നമ്മള് ഇവിടെ വെള്ളം ഒരു പാത്രത്തില് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ തവി ഇടാൻ പോവാണേ. ഇതിങ്ങനെ ഇട്ടിട്ടുണ്ട്, അവിടെ മുങ്ങി കിടക്കട്ടെ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചല്ല, കുറച്ചധികം കിടന്നോട്ടെ. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അത് മതി. ഇനി ഇതിങ്ങനെ കിടന്ന് വെട്ടി തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കും എണ്ണയും ഇപ്പം തന്നെ വരുന്നുണ്ട്. എണ്ണയാണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ നിറഞ്ഞു പൊന്തി വരുന്നുണ്ട്. അപ്പം ഇതങ്ങോട്ട് തിളക്കട്ടെ. നമ്മുടെ വെള്ളമൊക്കെ വെട്ടി തിളച്ചു, നമ്മുടെ വേസ്റ്റൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എണ്ണയാണ്. ഇനി അഴുക്കുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇത്രയ്ക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. മൊത്തം എണ്ണയാണ്. അപ്പം ഇത് നമുക്ക് എടുക്കാം ഇനി അല്ലേ? ഇത് എടുക്കുവാണ്. എടുത്തിട്ട് ആ വെള്ളം കാണിച്ചു തരാം. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ തന്നെ എടുത്ത് വെക്കല്ല, നമുക്ക് സ്ക്രബ്ബർ വെച്ചിട്ടേ സോപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയും കൂടി എടുത്ത് വെക്കാം അല്ലേ? അപ്പോഴാണത് ക്ലിയർ ആവുള്ളൂ. കണ്ടോ ഗൈസ്, 4 തവി ഇട്ട് തിളപ്പിച്ചപ്പം വന്ന വേസ്റ്റാണിത്. ഇത് ഓയിലും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എൻ്റെ കളറേ മാറി, മഞ്ഞപ്പൊടിയുടെ കറയും ഒക്കെ അതിനകത്തുനിന്ന് ഇളകിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന തവികളൊക്കെ അല്ലേ. അപ്പം ഇത്രയാണ് ഇതിനകത്തുനിന്ന് വന്നിട്ടുള്ള വേസ്റ്റ്. ഇനി ഇതിന് നമുക്ക് ഒരു പരിപാടിയും കൂടി ഉണ്ട്. ബാ, അപ്പം നമ്മൾ ഈ തവീനെ ഇനി നമുക്കൊന്ന് സോപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകാം. അങ്ങനെ നമ്മുടെ യുദ്ധം കഴിഞ്ഞിട്ടുണ്ട്, തവിയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ ഉണങ്ങി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ തവിയൊക്കെ തേച്ച് ഉരച്ച് കഴുകി തിളപ്പിച്ച് ക്ലീനാക്കി സുന്ദര കുട്ടപ്പന്മാരാക്കിയിട്ടുണ്ട് കേട്ടോ. സെറ്റായില്ലേ? ഇനി ഇത് ഉണക്കി എടുത്ത് വെക്കാം, അത്രേ ഉള്ളൂ പരിപാടി.
ഓക്കെ ടാമിയോക്ക്. അപ്പം അത്രയുള്ളൂ നമ്മുടെ ഹാക്ക്. അപ്പം നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പാച്ചിലൊക്കെ എടുത്ത് നല്ല രീതിയിൽ തിളപ്പിച്ച് ക്ലീൻ ചെയ്ത് എടുത്ത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.